ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫർസ ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിലൊരു പെൻ ഓർ പെൻസിൽ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കാർഡ്ബോർഡ് ബോക്സ് അതിനെ നമ്മൾ കട്ട് ചെയ്ത് പകുതിയാക്കി എടുക്കുക. അങ്ങനെ 4 ബോക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു പേപ്പർ നൈഫ് യൂസ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിസറും യൂസ് ചെയ്യാം കേട്ടോ. സിസർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് 4 ബോക്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ 4 ബോക്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ബോക്സിന് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കളർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓരോ ബോക്സും ഓരോ കളർ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ബോക്സിന് ചുറ്റും നന്നായി ഗ്ലൂ ചെയ്തിട്ട് അതിൻ്റെ 4 സൈഡും ആദ്യം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ 4 സൈഡും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ 2 അറ്റത്തും നമ്മൾ എക്സ്ട്രാ വരുന്ന പേപ്പർ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ ഒരു 4 കോണും സിസർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്ലൂ ചെയ്ത് 4 സൈഡും നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 4 ബോക്സും ഞാൻ ഇതുപോലെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബോക്സിൻ്റെ മേലിൽ ഞാൻ ജസ്റ്റ് ലവ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇടണമെങ്കിൽ പ്ലെയിൻ ആയിട്ടും അത് അങ്ങനെ തന്നെ വെച്ചാലും മതിയാകും. അപ്പോൾ ആദ്യം ഞാൻ പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലെറ്റേഴ്സ് എഴുതേണ്ട ലെറ്റേഴ്സ് എങ്ങനെയാണുള്ളത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് പെയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ ഞാൻ ലവ് എന്ന് എഴുതി പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൈവശമുള്ള ഏതെങ്കിലും ഒരു കാർഡ്ബോർഡ് എടുത്ത് ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ എൻഡ് ഒരു സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് ഒരു പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഞാനൊരു ബ്ലാക്ക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബ്ലാക്ക് പെയിൻറ്റ് നന്നായി കൊടുക്കുക. അങ്ങനെ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ സ്റ്റാൻഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സ് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിനു മുമ്പ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ബോക്സ് ജസ്റ്റ് ഒന്ന് ഡെക്കോർ ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കോർ ചെയ്യാൻ വേണ്ടി ഞാനവിടെ എടുത്തിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ ഉള്ളിൽ സിൽവർ കളറാണല്ലോ വരുന്നത്. അപ്പം നമുക്കതൊരു മിറർ ലുക്ക് വരും. അപ്പം ആ ഒരു പാക്കറ്റ് നല്ല രീതിയിൽ ചെറിയൊരു സ്ക്വയർ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആ ഒരു ബോർഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. സോ നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സ് 2 സൈഡിലും ഗ്ലൂ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സോ നമ്മുടെ പെൻ കേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും സംഭവം കൊള്ളാട്ടോ, യൂസ്ഫുള്ളാണ്, അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്സൊക്കെ കളയാണ് പതിവ്. അപ്പോൾ അതൊന്നും ഇനി കളയാണ്ട് ഇതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.